ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ വബഅദ്. ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിംകളുടെ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 5 നേരങ്ങളിലെ നിർബന്ധമായ നമസ്കാരം. എന്തുകൊണ്ടായിരിക്കും നമസ്കാരം ഇത്ര നിർബന്ധവും ഇത്രമാത്രം പ്രാധാന്യമുള്ളതുമാവാൻ കാരണം? നമസ്കാരം എന്നത് ആത്മീയമായും ശാരീരികമായും ബുദ്ധിപരമായും സാമൂഹ്യപരമായും ഒക്കെ തന്നെ ഒരുപാട് വശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ്. നിങ്ങൾ ആരായാലും മുസ്ലിംകളുടെ നമസ്കാര രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ചലിക്കുന്ന രീതി, അവർ കുമ്പിടുന്ന രീതി, നിലത്തി വെക്കുന്ന രീതി എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് വെറും ഒരു പതിവ് രീതി മാത്രമാണോ, അതോ കൂടുതൽ ഗാഢമായ എന്തെങ്കിലും അതിലുണ്ടോ? ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ കഅബ എന്ന മന്ദിരത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് 2 കൈപ്പടങ്ങളും ചെവി വരെ ഉയർത്തുന്നതിൽ തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് വലത്തും ഇടത്തും ഭാഗങ്ങളിലേക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക പ്രാർത്ഥനകളും സ്തോത്ര കീർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രവർത്തനമാണ് ഇസ്ലാമിലെ നമസ്കാരം. കണ്ണുകൾ നിലത്ത് കേന്ദ്രീകരിച്ച് നേരെ നിന്നതിന് ശേഷം ഖുർആൻ പാരായണവും കുമ്പിട്ടു നിൽക്കലും സാഷ്ടാംഗം ചെയ്യലും 2 സാഷ്ടാംഗത്തിനിടയിൽ ഒരു ഇരുത്തവുമുണ്ട്. അതിൽ ഈ സമയത്തൊക്കെ തന്നെ ചില പ്രത്യേക പ്രാർത്ഥനകളും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന പ്രത്യേക വചനങ്ങളും ചൊല്ലണം. ഒരു റകഅത്ത് അഥവാ യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് തന്നെ വരണം. അത് പൂർത്തിയായാൽ പിന്നീട് അല്പനേരം ഇരുന്നുള്ള പ്രാർത്ഥനകൾ. ഇങ്ങനെ 5 സമയങ്ങളിലായി 17 യൂണിറ്റുകൾ ആണ് നമസ്കാരത്തിലുള്ളത്. ഇതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനമാണ് മനസ്സിൻ്റെ ഏകാഗ്രത. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരാധന? എങ്ങനെയാണ് ദിവസവും 5 നേരം മുടങ്ങാതെ അവർക്ക് ഇത് സാധിക്കുന്നത്? നിങ്ങളിൽ പലരും അത്ഭുതപ്പെട്ടിരിക്കാം. വൃദ്ധരും കുട്ടികളും പോലും മുടങ്ങാതെ ഇത് നിർവഹിക്കുന്നു. ഇത്ര സൂക്ഷ്മമായി കൃത്യതയോടെ നിർവഹിക്കപ്പെടുന്ന ഈ ആരാധനയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. അതിലൊരു വികാരമുണ്ട്, ഒരു വിചാരവുമുണ്ട്. എല്ലാ വിചാരങ്ങൾക്കും പിന്നിൽ പ്രത്യേക കാരണങ്ങളുമുണ്ട്. വികാരം എന്നത് അള്ളാഹുവിനോടുള്ള അദമ്യമായ സ്നേഹമാണ്, പ്രതിബദ്ധതയാണ്. അനന്തമായ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ മോക്ഷം ലഭിക്കാൻ തൻ്റെ അടിമക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ ഒരു ഒന്നാന്തരം സൽക്കാരമാണത്. അറ്റമില്ലാത്ത സ്നേഹാദരവുകളോടെ അതിനൊരു മുസ്ലിം സഹർഷം സ്വീകരിക്കുന്നു. വിചാരം എന്നത് നമസ്കാരത്തിലെ ഓരോ നിമിഷത്തിലെയും സമ്പൂർണ്ണമായ ഏകാഗ്രതയാണ്. ശരീരത്തിൽ തറച്ച അമ്പ് ഊരിയെടുക്കുമ്പോഴുള്ള വേദനയിൽ അയവ് കിട്ടാൻ നമസ്കാര സമയത്ത് അത് ഊരിത്തരൂ എന്ന് നിർദ്ദേശിച്ച പ്രവാചക അനുചരന്മാരുടെ ചരിത്രം നമസ്കാരത്തിൻ്റെ ഏകാഗ്രതയുടെ അളവ് സൂചിപ്പിക്കുന്നു. നമസ്കാരം ആകാശയാത്രയാണെന്ന് പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി. യാത്ര ചെയ്ത് അള്ളാഹുവിൻ്റെ കൺമുന്നിൽ എത്തി നിൽക്കുന്ന പോലെ ആണത് വിശ്വാസിക്ക്. ഇതാണ് ആ ഏകാഗ്രതയുടെ രഹസ്യം. വിചാരം എന്നത് പലതുമാണ്. ഈ നമസ്കാരമാണ് എന്നെ ഞാനാക്കുന്നതെന്ന വിചാരം, എന്നെ മ്ലേച്ഛതകളിൽ നിന്ന് തടയുന്നതാണ് ഈ നമസ്കാരം എന്ന വിചാരം. ആ നിമിഷത്തിലെ നിശബ്ദതയിലും ഒരു സന്ദേശത്തിലും അതിമഹത്തായ ഒരു ശക്തിയുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതിൽ മതപരമായ ബാധ്യത മാത്രമല്ല, ജീവിതത്തിൻ്റെ മുച്ചൂടും താളങ്ങളെ അത് ത്വരിതപ്പെടുത്തുന്നു. അച്ചടക്കം, സതുദ്ദേശ്യം, ബന്ധം, ഐക്യം, രോഗശാന്തി, സമരപ്രഖ്യാപനം എന്നിവ നിങ്ങൾക്ക് ദർശിക്കാനാവും. അതിനാൽ ഏകാഗ്രതയോടെ നിങ്ങളുടെ കാതുകൾ മാത്രമല്ല ഹൃദയം കൂടി തുറക്കുക. ഈ സന്ദേശം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ ഈ ആരാധനയെ നിങ്ങൾക്ക് അല്പം ഗാഢമായി തന്നെ ദർശിക്കാനായേക്കാം. നമുക്ക് തുടങ്ങാം. മുസ്ലിം നമസ്കാരം, സലാ അഥവാ 5 നേരങ്ങളിലെ നിർബന്ധ നമസ്കാരം വെറും ഒരു പതിവ് രീതിയോ അല്ലെങ്കിൽ ആചാരം മാത്രമല്ല, വാക്കുകൾക്കപ്പുറമുള്ള സമ്പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പ്രകടനമാണിത്. നമസ്കാരത്തിനിടെയുള്ള ഓരോ ചലനത്തിനും വിനയത്തിലും അച്ചടക്കത്തിലും വേരൂന്നിയ ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. ഇത് ആരംഭിക്കുന്നത് നിശബ്ദമായി കൈകളൊതുക്കി കണ്ണുകൾ താഴ്ത്തി ഹൃദയം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ നിൽക്കൽ കേവലമായ ശാരീരിക ഭാവം മാത്രമല്ല, ഇത് നിറഞ്ഞ സാന്നിധ്യമാണ്. ശാരീരികവും മാനസികവുമായ സമ്പൂർണ്ണമായ ഏകാഗ്രത. ജീവൻ നൽകിയവൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ആത്മാവാണിത്. നേരായ മനസ്സോടെ ആകാശഭൂമികളെ ഒന്നടങ്കം ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചവൻ്റെ നേരെ മുഖം തിരിച്ചുകൊണ്ടാണ് ആരംഭം. അവൻ്റെ ചില മഹത്വങ്ങൾ വർണ്ണിച്ചതിന് ശേഷം അവനെതിരെ നിൽക്കുന്ന ഭൂമിയിലെ അഹങ്കാരികളായ ദുശക്തികളോടുള്ള ഒരു വെല്ലുവിളി എന്നോണം 5 സമയങ്ങളിലും 17 തവണയായി പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും നിന്നെ അല്ലാതെ മറ്റൊരു ദുശക്തികളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, കീഴ്പ്പെടുകയില്ല. അതേ, ഇതൊരു സമരപ്രഖ്യാപനമാണ്. കോടിക്കണക്കായ പള്ളി മിനാരങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. നീ മാത്രമാണ് ആരാധനക്കർഹൻ. മാറി മാറി ഓരോ നിമിഷത്തിലും ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും അത് ബാങ്കിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രായോഗിക രൂപങ്ങളിൽ ഒന്നാണ് നമസ്കാരം. സൃഷ്ടാവിൻ്റെ സമക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവൃത്തി. സന്നദ്ധത, ജാഗ്രത, ബഹുമാനം എന്നിവ അത് കാണിക്കുന്നു. അത് പറയുന്നു, ഞാൻ ഇവിടെയുണ്ട്, എനിക്കറിയാം, ഞാൻ എന്നെക്കാൾ വലിയ ഒന്നിൻ്റെ ഭാഗമാണ്. അടുത്തതായി വിശ്വാസി കുമ്പിടുകയാണ്.
അരക്കെട്ടിൽ കുനിഞ്ഞ് 90 ഡിഗ്രിയിൽ താഴ്ന്നു നിൽക്കുന്നു. കണ്ണുകൾ കൂടുതൽ താഴ്ത്തി വയ്ക്കുന്നു. ഈ ചലനങ്ങളോടെ കീഴടങ്ങൽ ആരംഭിക്കുന്നു. സൃഷ്ടാവിന്റെ മുമ്പാകെ നാം എത്ര ചെറുതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു തിരിച്ചറിവാണിത്. സമർപ്പണത്തിലേക്ക് ചായുക എന്നതാണ് അടുത്തത്. അഹംഭാവങ്ങളും അഹന്തയും എല്ലാം മടിയറ വെക്കുന്നു. ഒന്ന് കുനിയണം, വളയണം. അത് മനസ്സിൽ നിന്നും വരുന്നതാണത്. ശരീരം മനസ്സിനെ പിന്തുടരുന്നു. ഓരോ ശ്വാസത്തിലും അത് പറയുന്നു, നീ എന്നെക്കാൾ വലിയവനാണ്. പിന്നെ ഏറ്റവും ശക്തമായ നിമിഷം വരുന്നു. സാഷ്ടാംഗ പ്രണാമം. നെറ്റി നിലത്ത് തൊടുന്നു. ഹൃദയം തലയ്ക്ക് മുകളിൽ ഉയർത്തി അഭിമാനത്തിന്റെ സ്ഥാനമായ മുഖം സാധ്യമായ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തേക്ക് താഴ്ത്തുന്നു. ഈ പ്രവൃത്തിയിൽ മനുഷ്യൻ ഇനി ഉയരത്തിൽ നിൽക്കുകയോ പകുതി കുനിഞ്ഞിരിക്കുകയോ ചെയ്യുന്നില്ല. അവർ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു. മുഖം പൊടിയിൽ കിടക്കുന്നു. ദുർബലരാണ്, എന്നാൽ സമാധാനത്തിലാണ്. അഹങ്കാരം, സ്ഥാനം, ശക്തി എന്നിവ നീക്കം ചെയ്യുന്ന ഒരു ഭാവമാണിത്. അത് ബലഹീനതയല്ല, അത് ശക്തിയാണ്. നിങ്ങൾ ആരാണെന്ന് കൃത്യമായി അറിയുന്നതിൽ നിന്ന് ലഭിക്കുന്ന ശക്തി. ആ നിമിഷത്തിൽ മറ്റൊന്നും പ്രശ്നമല്ല. പദവിയല്ല, സമ്പത്തല്ല, പ്രശസ്തിയല്ല. ഒരു ആത്മാവും അതിൻ്റെ സ്രഷ്ടാവും മാത്രമാണ്. ആ സാഷ്ടാംഗ പ്രണാമത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പ്രതീകാത്മകമാണ്. അത് നിലത്തിൽ നിന്ന് പുനർജനിക്കുന്നത് പോലെയാണ്. നിങ്ങൾ താഴ്മയോടെ ഇറങ്ങി വ്യക്തതയോടെ എഴുന്നേൽക്കുന്നു. ചലനങ്ങളുടെ ചക്രം തുടരുമ്പോൾ ഓരോ ആംഗ്യവും ഓരോ മന്ത്രിക്കുന്ന വാക്കും ശരീരം കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ടും സമർപ്പിക്കാനുള്ള ഉദ്ദേശ്യവുമായി പൊരുത്തപ്പെടുന്നു. ഇത് ക്രമരഹിതമായ ചുവടുവെപ്പുകളല്ല, അത് ചലനത്തിലെ അച്ചടക്കമാണ്. അത് ഏറ്റവും ശുദ്ധമായ ശാരീരിക രൂപത്തിലുള്ള ആരാധനയാണ്. സൂക്ഷ്മമായി നോക്കുമ്പോൾ മുസ്ലിം നമസ്കാരം എന്നത് വെറും ദൃശ്യമല്ല, അത് അനുഭവപ്പെടുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇടയിലുള്ള പ്രാർത്ഥനാ വരികളിൽ വാക്കുകൾക്കപ്പുറമുള്ള ആഴത്തിലുള്ള എന്തോ ഒന്ന് സംഭവിക്കുന്നു. എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നും, എല്ലാ വശങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ ഒത്തുചേരുകയും അരികിൽ നിൽക്കുകയും ചെയ്യുന്നു. VIP വിഭാഗമില്ല, സമ്പന്നർക്ക് മുൻ സീറ്റുകളില്ല, തലയ്ക്ക് മുകളിൽ സ്ഥാനപ്പേരുകളില്ല. CEO കാവൽക്കാരന്റെ അരികിൽ നിന്നേക്കാം, ടാക്സി ഡ്രൈവറുടെ അരികിൽ ഡോക്ടർ നിന്നേക്കാം. ആരും അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യില്ല. ദൈവം മുമ്പാകെ അവരെല്ലാവരും തുല്യരാണ്. അതാണ് ഈ ആരാധനയുടെ ശക്തി. ഇത് ഭക്തി കാണിക്കുക മാത്രമല്ല, ഇത് ഐക്യം കാണിക്കുന്നു. ലോകം പലപ്പോഴും മറക്കുന്ന മാനുഷികമായ പദവിയുടെ പൂർണ്ണമായ അംഗീകാരം കാണിക്കുന്നു. അവർ തോളോട് തോളി ചേർന്ന് കാലുകൾ നേരെയാക്കി ഒരു ദിശയിലേക്ക് അഭിമുഖമായി നിൽക്കുന്നു. മക്ക എന്ന പുണ്യഭൂമിയിലെ കഅബയിലേക്ക്. അത് ശാരീരിക വിന്യാസത്തെക്കാൾ കൂടുതലായ ഒന്നാണ്. ഇത് ഒരു ആത്മീയ സമന്വയവുമാണ്, ഒരു കൂട്ടായ ഉദ്ദേശ്യമാണ്, ഒരു ഏകമായ ദിശയാണ്. അവർ എവിടെ നിന്ന് വന്നാലും, ഏത് ഭാഷ സംസാരിച്ചാലും, അവരുടെ ചർമ്മത്തിന്റെ നിറമേതായാലും അവർ ഒരു സത്യത്തിന് കീഴിൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നത് ഇതിന്റെ പ്രഖ്യാപനമാണ്. വിഭജനം നിറഞ്ഞ ഒരു ലോകത്ത് ഈ ഇത്തരം നിമിഷങ്ങൾ അപൂർവമാണ്. ആരും മറ്റാരേക്കാൾ പ്രാധാന്യമില്ല. ആരും മുകളിൽ നിൽക്കുന്നില്ല. ധനികന് മാത്രമായി ദീർഘമായ പ്രാർത്ഥന ലഭിക്കുന്നില്ല. ദുർബല എന്ന പേരിൽ സ്ത്രീകൾക്ക് നമസ്കാരത്തിന്റെ ഒരു പ്രയോജനവും കുറഞ്ഞു പോകുന്നില്ല. ഓരോ ശബ്ദവും വാക്യങ്ങളുടെ ഓരോ മന്ത്രവും തുല്യമായി പ്രതിധ്വനിക്കുന്നു. മറ്റെന്തോ ഉണ്ട് അതിൽ. അവർ ഒരുമിച്ച് നീങ്ങുന്ന രീതിയാണത്. ഉട്ടമായ നമസ്കാരത്തിൽ അവർ ഒരേ സമയം കുമ്പിടുന്നു. അത് ചലനത്തിലെ ഐക്യമാണ്. ബലപ്രയോഗമില്ലാത്ത അച്ചടക്കമാണത്. അത് അടിച്ചമർത്തലില്ലാത്ത ഒരു അനുസരണവുമാണ്. പ്രത്യേക ഉദ്ദേശത്തോടെ സ്വമേധയാ ഉള്ള ഇത്ര പവിത്രമായ ഐക്യം മറ്റെവിടെയും കണ്ടെത്താൻ പ്രയാസമാണ്. മാത്രമല്ല, അതൊരിക്കൽ മാത്രം സംഭവിക്കുന്നതല്ല. ആകാശ ഗോപുരങ്ങൾ മുതൽ മരുഭൂമികൾ വരെ, കൊട്ടാരങ്ങൾ മുതൽ ജയിലുകൾ വരെ, രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇത് ഒരു ദിവസം നിർബന്ധമായി 5 തവണ സംഭവിക്കുന്നു. ഒരേ ചലനം, ഒരേ വാക്കുകൾ, ഒരേ ദിശ. ഈ ഐക്യം പ്രതീകാത്മകം മാത്രമല്ല, ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമാണ്. ലോകം നമുക്ക് നൽകുന്ന ലേബലുകൾ കാരണം നമ്മൾ വ്യത്യസ്തരാണെന്ന വിദ്യാധാരണയെ ഇത് തകർത്തു തരിപ്പണമാക്കുന്നു. മഹത്വം പദവിയിലല്ല, മറിച്ച് സമർപ്പണത്തിലാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ അടുത്തുള്ള വ്യക്തി നിങ്ങളുടെ സഹോദരനാണെന്നും മനുഷ്യത്വത്തിൽ നിങ്ങളുടെ കൂടെയാണെന്നും ഇത് ഹൃദയത്തെ ഓർമ്മിപ്പിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ ഭാഗത്തേക്ക് തിരിയുമ്പോൾ, ഒരേ സമയം ഒരേ ആരാധനാ കർമ്മം ചെയ്യുമ്പോൾ ഈ ആരാധന ഒരിക്കലും വ്യക്തിപരമായിരുന്നില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് ലോകത്തോടുള്ള ഒരു പ്രസ്താവന കൂടിയാണ്. നമ്മൾ ഒന്നാണ്. ഒരു മതനേതാവ് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവർ കാത്തിരിക്കുന്നില്ല. അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു. ഇതൊരു പ്രകടനമല്ല, ഇതൊരു ഷോയല്ല, മറിച്ച് ഇതൊരു സംഭാഷണമാണ്. മനുഷ്യപ്രകൃതിയോട് ഒട്ടിനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദിവസത്തിൽ 5 തവണ അവർ എന്ത് ചെയ്താലും, ജോലി, സ്കൂള്, വിശ്രമം തുടങ്ങി ഏതവസ്ഥയിലായിരുന്നാലും അവരെ സൃഷ്ടിച്ചവരുമായി വീണ്ടും ബന്ധപ്പെടാൻ അവർ സമയം കണ്ടെത്തുന്നു. ആ ബന്ധത്തിന് ഒരു അപ്പോയിൻമെന്റ് ആവശ്യമില്ല. അതിന് ഫാൻസി വാക്കുകൾ ആവശ്യമില്ല. അതിന് ആത്മാർത്ഥത ആവശ്യമാണ്. അതിന് സമ്പൂർണ്ണ മനസ്സാന്നിധ്യം ആവശ്യമാണ്.
നിങ്ങൾ ആരായാലും, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നു. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ആളുകൾ നെട്ടോട്ടം ഓടുന്ന ഒരു ലോകത്ത്, വാതിലുകൾ അടച്ചിട്ടിരിക്കുന്ന ഒരു ലോകത്ത് എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു വാതിൽ, ഇതാ തന്റെ നാഥനുമായി സംസാരിക്കാൻ സെക്രട്ടറി ഇല്ല, കാത്തിരിപ്പ് പട്ടികയില്ല. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളും സ്രഷ്ടാവും മാത്രം. 1000 വർഷത്തിലേറെയായി സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന വാക്കുകൾ അതിലൂടെ നിങ്ങൾ സംസാരിക്കുന്നു. എന്നിരുന്നാലും അവ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കാര്യങ്ങളോട് കൃത്യമായി സംസാരിക്കുന്നു. കാരണം ഖുർആൻ എന്നത് വെറുതെ പാരായണം ചെയ്യുന്നതല്ല, അത് ജീവിക്കുകയാണ്, ജീവിപ്പിക്കുകയാണ്. നമസ്കാരത്തിനിടയിൽ ആ വാക്യങ്ങൾ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവ നേരെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നു. നമസ്കാരത്തിനുള്ളിലെ പ്രാർത്ഥന എന്നത് ഒരു ഇടവേളയാണ്. ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കേൾക്കാനുള്ള അവസരമാണിത്. ആത്മാവിന്റെ മന്ത്രിപ്പുകൾ കേൾക്കാൻ. കാരണം നെറ്റി നിലത്ത് തൊടുമ്പോൾ, ഹൃദയം ശരീരത്തെക്കാൾ താഴേക്ക് കുനിയുമ്പോൾ യഥാർത്ഥ സംഭാഷണം ആരംഭിക്കുന്നത് അപ്പോഴാണ്. മുഖംമൂടികൾ വീഴുന്നതും അപ്പോൾ തന്നെയാണ്. ചില ചോദ്യങ്ങളും ഉയരുന്നത്. ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഇവിടെ? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? വാക്കുകൾക്കിടയിൽ ആ നിശബ്ദതയിൽ ചില വ്യക്തതകൾ പ്രകടമായി തുടങ്ങുന്നു. നമസ്കരിക്കുമ്പോഴെല്ലാം ദൈവം സമീപത്തുണ്ടെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. അകലെയല്ല, എത്തിച്ചേരാനാവാത്തതുമല്ല, ഹൃദയമിടിപ്പിനേക്കാൾ അടുത്താണ്. നമസ്കാരത്തിന്റെ താളം ഒരു ദിവസത്തിന്റെ താളവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ക്രമരഹിതമായി സ്ഥാപിക്കുകയോ സൗകര്യപ്രദമാകുമ്പോൾ ഞെരുക്കുകയോ ചെയ്യുന്നില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച് ഉച്ച കഴിഞ്ഞ് താൽക്കാലികമായി നിർത്തി, ഉച്ച കഴിഞ്ഞ് തിരിച്ചെത്തി സൂര്യാസ്തമയത്തിൽ പ്രതിഫലിച്ച് രാത്രിയുടെ ആഴത്തിൽ അവസാനിക്കുന്ന സമയത്തിന്റെ സ്വാഭാവിക ചലനത്തിനൊപ്പം അത് ഒഴുകുന്നു. ഓരോ നമസ്കാര സമയവും ഒരു പരിശോധനാ പോയിന്റ് പോലെയാണ്. അടുത്ത ജീവിത തരംഗം എത്തുന്നതിന് മുമ്പ് എടുക്കുന്ന ഒരു ശ്വാസം. ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ നമസ്കാരം ഒരു താൽക്കാലിക വിരാമം പറയുന്നു. ആളുകൾ ശ്രദ്ധാശൈഥില്യങ്ങളിൽ മുഴുകുമ്പോൾ അത് അവരെ തിരികെ വിളിക്കുന്നു. അത് ഘടികാരവുമായി മാത്രമല്ല, ആത്മാവുമായും യോജിക്കുന്ന ഒരു താളമാണ്. പ്രഭാതത്തിന് മുമ്പുള്ള ആദ്യ നമസ്കാരം ലോകം നിശ്ചലവും നിശബ്ദവുമാവുമ്പോൾ വരുന്നതാണ്. അത് ചിന്തിക്കാനുള്ള സമയം കൂടിയാണ്. ആത്മാവ് പ്രകാശമുള്ളതാണെങ്കിലും ഉറക്കം ഭാരമുള്ളതാണ്. പിന്നീട് ആ സന്ദർഭത്തിൽ എഴുന്നേൽക്കുകയും ദൈവം മുമ്പാകെ നിൽക്കുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല പലർക്കും. പക്ഷേ ദൈവത്തെ സൂക്ഷിക്കുന്നവർക്ക് അത് അത്രക്ക് പ്രയാസമില്ല താനും. അതെ, അത് ഹൃദയത്തെ പരിശീലിപ്പിക്കുന്നു. ദിവസത്തിലെ ഏറ്റവും ശാന്തമായ നിമിഷമാണിത്. ജീവസന്ധാരണത്തിന്റെ ശബ്ദ കോലാഹലങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് സൃഷ്ടാവുമായുള്ള സംഭാഷണം. രണ്ടാമത്തേത് സൂര്യൻ അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോഴാണ്. ലോകം ഏറ്റവും തിരക്കേറിയതായിരിക്കുമ്പോൾ, ദൈനംദിന തിരക്കുകൾക്കിടയിൽ മറ്റുള്ളവർ ലൗകിക കാര്യങ്ങൾ പിന്തുടരുമ്പോൾ മുസ്ലിങ്ങൾ താൽക്കാലികമായി അവ നിർത്തിവെച്ച് യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനം എന്ന് സ്വന്തത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഊർജം കുറയുകയും മനസ്സുകൾ ക്രമേണ ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ള നമസ്കാരം വീണ്ടും വരുന്നു. ക്ഷീണം കീഴടക്കുന്നതിന് മുമ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉദ്ദേശ്യങ്ങൾ പുനഃക്രമീകരിക്കാനും ആത്മാവിനെ പുതുക്കാനും ഇത് സഹായിക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ നാലാമത്തേത് ആരംഭിക്കുന്നു. മാറ്റത്തിൻ്റെതായ ഒരു ഭംഗി അതിൽ നിലനിർത്തുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്, ശബ്ദത്തിൽ നിന്ന് ശാന്തതയിലേക്ക്. നന്ദിയുള്ളവരായിരിക്കാനും പകലിന്റെ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു നിമിഷവും കൂടിയാണത്. ഒടുവിൽ രാത്രിയിലേതും അവസാനത്തേതുമായ നമസ്കാരം ആത്മാവിനെ കൂടുതൽ ശാന്തമാക്കുന്നു. ഇത് അവസാന അധ്യായം, അവസാന കീഴടങ്ങൽ പോലെയാണ്. പകൽ സമയത്ത് എന്ത് സംഭവിച്ചാലും തെറ്റുകളും കണ്ണുനീരും ചിരിയും എല്ലാം തന്നെ ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നു. ഈ ചക്രം ഒരു പതിവ് ആചാരം മാത്രമല്ല, ഇത് ശരീരത്തെയും മനസ്സിനെയും പരിശീലിപ്പിക്കുന്നു. ഇത് കൃത്യമായ ജീവിതഘടന പഠിപ്പിക്കുന്നു. ഇതുമൂലം നമസ്കരിക്കുന്നവൻ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തേ പറ്റൂ, മറ്റു ചിലവ ഉപേക്ഷിച്ചേ പറ്റൂ. ചില ഡെഡ് ലൈനുകൾ, കർക്കശമായ സമയപരിധികൾ, നിർബന്ധമായ ചില ആവശ്യങ്ങൾ, കടുത്ത സമ്മർദ്ദം എന്നിവയാൽ ആളുകൾ പല ദിശകളിലേക്ക് വലിച്ചേക്കപ്പെടുന്ന ഒരു ലോകത്ത് നമസ്കാരം അവരെ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ നിശ്ചലതയുടെ നിമിഷങ്ങൾ അത് സൃഷ്ടിക്കുന്നു. ആ സ്ഥിരമായ ശീലം സമാധാനത്തിന്റെ ഉറവിടമായി മാറുന്നു. നമസ്കാരത്തിന് മുമ്പ് മുസ്ലിങ്ങൾ വുദു എന്ന ശുദ്ധീകരണ ചടങ്ങ് നടത്തുന്നു. കൈപ്പത്തികൾ, വായ, മുഖം, കൈകൾ, കാലുകൾ എന്നിവ കഴുകുക. ഇത് ശാരീരികമായി ശുദ്ധിയുള്ളവരായിരിക്കുക മാത്രമല്ല, ആത്മാവിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. സൃഷ്ടാവിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് എല്ലാവിധ മാലിന്യങ്ങളും കഴുകിക്കളയാനുള്ള ഒരു മാർഗം. നമസ്കാരം നേരത്തെ പറഞ്ഞ പോലെ വെറും ആചാരമോ ഉപചാരമോ മാത്രമല്ലെന്ന് ഈ ശുദ്ധീകരണ പ്രവൃത്തി നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതൊരു കൂടിക്കാഴ്ചയാണ്. പ്രധാനപ്പെട്ട ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ നന്നായി തയ്യാറാകാതെ വരുന്നില്ല.
നമസ്കാര സമയത്ത് നല്ല വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ഖുർആൻ ക്ഷണിക്കുന്നു. നമസ്കാരം തന്റെ നാഥനുമായുള്ള സംഭാഷണമാണെന്ന് പ്രവാചകനും പഠിപ്പിക്കുന്നു. ആരുമായിട്ടാണ് തന്റെ സംഭാഷണം എന്നവൻ നോക്കിക്കൊള്ളട്ടെ എന്നും പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നു. സംഭാഷണത്തിൽ പറയുന്നത് എന്താണെന്ന് കൃത്യമായി അറിയാതെയുള്ള നമസ്കാരം വീര്യം കുറഞ്ഞു പോകുമെന്നർത്ഥം. ഞാൻ എന്താണ് എന്റെ നാഥനോട് പറയുന്നത് എന്ന് എനിക്കറിയണം. പറയുന്ന ഓരോ വചനങ്ങൾക്കും ദൈവസ്മരണ വാക്യങ്ങൾക്കും ആഴമേറിയ അർത്ഥതലങ്ങളുണ്ട്. അവയെ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശവും കുളിർമയും ആണ് പ്രവാചക അനുചരന്മാരെ നയിച്ചിരുന്നത്. അന്നവർ നമസ്കാര സമയമാവുമ്പോഴേക്ക് വർദ്ധിത വീര്യത്തോടെയും അസാമാന്യമായ ആവേശത്തോടെയും നേരത്തെ തന്നെ സ്ഥലം പിടിച്ചുകൊണ്ട് ഈ കർമ്മത്തിനുള്ള വിളിയാളത്തിന് കാത്തിരിക്കുന്നതായി ചരിത്രത്തിൽ കാണാം. ഈ കാത്തിരിപ്പിന് പ്രത്യേകമായ പ്രതിഫലങ്ങളും മാലാഖമാരുടെ പ്രാർത്ഥനയും ഉണ്ടാവും. ശാരീരികവും ആത്മീയവുമായ വിശുദ്ധിയോടെ വുദു ചെയ്തു വരുന്നതോടുകൂടി പുറത്തെ ബഹളമയമായ അന്തരീക്ഷവും മനസ്സിലുണ്ടായേക്കാവുന്ന ജാടകളുമൊക്കെ ആത്മാർത്ഥതയ്ക്ക് വഴിമാറുന്നു. പിന്നെ നമസ്കാരം ആരംഭിക്കുന്നു. ഓരോ ചലനത്തിലും ഹൃദയം രൂപപ്പെടുന്നു. ഉച്ചരിക്കുന്ന വാക്കുകൾ വെറും മനഃപ്പാടമാക്കിയ വരികളല്ല, മറിച്ച് മനഃശാന്തി നൽകുന്ന വാക്യങ്ങളാണ്. ശരീരം കുമ്പിടുന്നു, ആത്മാവ് കൊനിയുന്നു, അഹങ്കാരം താഴ്ത്തുന്നു. നെറ്റി നിലത്ത് തൊടുമ്പോഴെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം ഉയരുന്നു. അത് എപ്പോഴും ഉച്ചത്തിലോ വൈകാരികമായോ ആയിരിക്കില്ല, മറിച്ച് ഉള്ളിൽ എന്തോ ഒരു സാന്ത്വനം പോലെ ഭാരങ്ങൾ ഇറക്കി വെക്കപ്പെടുന്നു. ഭയങ്ങൾ എന്നത് നിശബ്ദമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ദുഃഖങ്ങൾ പോലും കീഴടങ്ങുന്നു. പതുക്കെ പതുക്കെ നമസ്കാരം എന്നത് ശാരീരിക പ്രവർത്തനത്തെക്കാൾ ആന്തരിക പ്രവർത്തനത്തിന് സ്ഥാനം നൽകുന്നു. കാരണം ഒരു വ്യക്തി കൂടുതൽ പ്രാർത്ഥിക്കും തോറും നമസ്കരിക്കും തോറും അവൻ ആരായിരുന്നുവെന്നും അവൻ ആരാണെന്നും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ കാണാൻ തുടങ്ങുന്നു. മൂർച്ചയുള്ള വശങ്ങളൊക്കെ മൃദുവാകുന്നു, കോപം ശാന്തമാകുന്നു, അക്ഷമ സമാധാനമായി മാറുന്നു. ഇത് യാദൃശ്ചികമല്ല. നിങ്ങൾ അറിയുന്നതിനേക്കാൾ നന്നായി നിങ്ങളെ അറിയുന്നവന്റെ മുന്നിൽ ഒരു ദിവസം 5 തവണ നിൽക്കുന്നതിന്റെ ഫലമാണിത്. കീഴടങ്ങലിന്റെ ആ നിമിഷങ്ങളിൽ ഹൃദയം മൃദുവാകുന്നു. തെറ്റുകൾ നിങ്ങളെ നിർവചിക്കുന്നില്ല, അവ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. കുറ്റബോധം നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല, അത് നിങ്ങളെ പിന്നോട്ട് നയിക്കുന്നു. അത് വീണ്ടും വീണ്ടും ഒരു ആത്മീയ ശുദ്ധീകരണമാണ്. പ്രാർത്ഥന ഒരു പുനഃസജ്ജീകരണ ബട്ടണാണ്. ഒരു ദിവസത്തിൽ എന്തുകൊണ്ടുവന്നാലും നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചാലും ആ പ്രാർത്ഥന നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. അത് വേദനയെ മായ്ക്കുന്നതിനേക്കാൾ അതിനൊരു പ്രത്യേക കാഴ്ചപ്പാടിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. കൊടുങ്കാറ്റുകളില്ലാത്ത ഒരു ജീവിതം അത് വാഗ്ദാനം ചെയ്യുന്നില്ല, പക്ഷേ അത് നിങ്ങൾക്ക് അഭയം നൽകുന്നു. കാലക്രമേണ ഒരിക്കൽ ഭാരമുള്ള ഹൃദയം വീണ്ടും പ്രകാശം അനുഭവിക്കാൻ തുടങ്ങുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ നമസ്കാര സമയത്ത് തിരിഞ്ഞു നിൽക്കുന്നത് മക്കയിലെ കഅബയിലേക്കാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഒരു ദിശയിലേക്ക് അഭിമുഖീകരിക്കുന്ന ഈ ലളിതമായ പ്രവൃത്തി വെറും ഭൂമിശാസ്ത്രപരമായ അതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. ഇത് ആത്മീയമായ വിന്യാസമാണ്. ആരാധനയ്ക്ക് ദിശയുണ്ടെന്നും ആത്മാവ് ലക്ഷ്യമില്ലാതെ അലഞ്ഞുതിരിയുന്നില്ലെന്നും എല്ലാവരും തോളോട് തോൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെക്കാൾ വലിയ ഒന്നിന്റെ ഭാഗമാണെന്ന് വ്യക്തമാകും. നിങ്ങളൊരു മരുഭൂമിയിലോ ജയിലിലോ കൊട്ടാരത്തിലോ തിരക്കേറിയ നഗരത്തിലോ ഇവിടെ വെച്ച് നമസ്കരിക്കുവാനും പ്രശ്നമല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്ത് സംഭവിച്ചാലും യുദ്ധമോ സമാധാനമോ സന്തോഷമോ ദുഃഖമോ ഉണ്ടെങ്കിലും ഈ ബന്ധം അഭേദ്യമായി തുടരുന്നു. എപ്പോഴും വിഭജിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് നമസ്കാരം സത്യത്തെ ഉപേക്ഷിക്കാതെ ഐക്യം കൊണ്ടുവരുന്നു. ഈ ഐക്യത്തിന്റെ ഭംഗി ദിശയിൽ മാത്രമല്ല, സമത്വത്തിലുമാണ്. നമസ്കാരത്തിന്റെ അറബി ഭാഷ പോലും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിപ്പിക്കുന്നു. അതൊരു തടസ്സമല്ല, മറിച്ചൊരു പാലമാണ്. ഒരു ആഫ്രിക്കൻ മുസ്ലിമും ഒരു ജാപ്പാനീസ് മുസ്ലിമും ഒരു ബ്രസീലിയൻ മുസ്ലിമും എല്ലാവരും ഒരേ വാക്കുകൾ ഒരുമിച്ച് ചൊല്ലുമ്പോൾ ദൈവികമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. അത് നിർബന്ധിത അനുരൂപതയല്ല, മറിച്ച് തിരഞ്ഞെടുത്ത ഒരു ഐക്യമാണ്. ഒരു ആഡംബര വസ്ത്രവും നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ഒരു പദവിയും നിങ്ങൾക്ക് കൂടുതൽ സമയം നൽകുന്നില്ല. പ്രാർത്ഥനയിലെ വരികൾ നിങ്ങളുടെ ലേബലുകൾ നീക്കം ചെയ്യുകയും സ്ഥാനപ്പേരുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സത്യം മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. നാം എല്ലാവരും മനുഷ്യരാണ്, ഏറെ ആവശ്യക്കാരുമാണ്. എല്ലാവരും അതിനായി പരിശ്രമിക്കുന്നവരാണ്. വലിയ ആവശ്യക്കാരനും ഒരുപാട് നേടിയെടുക്കേണ്ടവനും ഒരു ലജ്ജയുമില്ലാതെ വിനയം പഠിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ അടുത്തുള്ള വ്യക്തി നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെടുകയും വേദനയിലൂടെ പ്രാർത്ഥിക്കുകയും സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടാകാമെന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആഫ്രിക്കയിലെ മരുഭൂമികൾ മുതൽ അമേരിക്കയിലെ വൻ നഗരങ്ങൾ വരെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നീങ്ങുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സൃഷ്ടിച്ചവന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ശാന്തിയും സമാധാനവും കാക്ഷിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, സത്യസന്ധമായിട്ടാണ് ഇതിനെ നിങ്ങൾ സമീപിച്ചതെങ്കിൽ തീർച്ചയാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടാവും. ഒന്ന് ഗവേഷണം നടത്തി നോക്കൂ, അത്ഭുതങ്ങൾ പ്രകടമാകും. നിശബ്ദതയിലെ ശക്തിയും ചലനത്തിലെ അർത്ഥവും
ആ ശരീര നിലയിലെ ഉദ്ദേശവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ അത് അർത്ഥവത്താവുകയും ചെയ്യും. നിങ്ങൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ ഈ കാഴ്ചപ്പാടോട് കൂടിയാണ് നമസ്കാരത്തെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ മാറ്റമുണ്ടാകും ഇൻഷാ അള്ളാഹ്. കേൾക്കുവാനും ചിന്തിക്കുവാനും നിങ്ങളുടെ ഹൃദയം തുറക്കുവാനും സമയം ചെലവഴിച്ചതിന് 1000 നന്ദി. നിങ്ങളുടെ യാത്ര സത്യത്താൽ നയിക്കപ്പെടട്ടെ, നിങ്ങളുടെ ആത്മാവ് വെളിച്ചത്താൽ നിറയട്ടെ, നിങ്ങളുടെ ചുവടുകൾ ലക്ഷ്യത്തിന്റെ പാതയിൽ ഉറച്ചതാകട്ടെ, നിങ്ങൾക്ക് എല്ലാവിധ ലക്ഷ്യം സമാധാനം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.